ഏത് നിമിഷവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്ക് ഇ ഡിയുടെ അന്ത്യശാസനമെത്താം, ഇ ഡിയുടെ നോട്ടീസ് എത്താം, ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാം. ഏതായാലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും CMRL-ഉം KSIDC-യും എക്സാലോജിക്കും മാസപ്പടിയും ഒക്കെ ED സജീവ ചർച്ചയാക്കി കഴിഞ്ഞു. ഏതായാലും നിർണായകമായ കോടതി നടപടികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുക തന്നെയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും ഏത് നിമിഷവും വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ED വീണ വിജയനെ ഏത് നിമിഷവും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്ന് സാരം. കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മാസപ്പടി വിവാദത്തിൽ KSIDC-ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചതിനും ലക്ഷങ്ങൾ ചെലവിടുകയാണ് പിണറായി സർക്കാർ. എക്സാലോജിക് CMRL ദുരൂഹ ഇടപാടിൽ KSIDC-ക്കെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനുള്ള ചെലവ് 82.5 ലക്ഷം രൂപ. സ്വന്തം അഭിഭാഷകർക്ക് പകരം പുറമേ നിന്നുള്ള അഭിഭാഷകരെ KSIDC ചുമതലപ്പെടുത്തിയതോടെയാണ് നിയമോപദേശത്തിനുള്ള ചെലവ് 10 മടങ്ങായി കുതിച്ചുയർന്നത്. എക്സാലോജിക് CMRL ദുരൂഹ ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് പൊതുമേഖലാ സ്ഥാപനമായ KSIDC കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് തങ്ങൾക്കെതിരായ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ സ്വന്തം അഭിഭാഷകൻ ഉണ്ടെങ്കിലും കേസ് വാദിക്കാൻ നിയോഗിച്ചത് സീനിയർ അഭിഭാഷകൻ CS വൈദ്യനാഥനെ. ഫീസ് എത്രയെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകാതിരുന്ന KSIDC അപ്പീൽ നടപടികൾക്ക് ശേഷമാണ് വിവരം നൽകിയത്. 3 സിറ്റിംഗിന് നൽകിയത് ആകെ 82.5 ലക്ഷം രൂപ. 2022-2023 സാമ്പത്തിക വർഷത്തിൽ ആകെ 4 ലക്ഷം രൂപയാണ് നിയമോപദേശത്തിനായി ചെലവാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായി KSIDC യഥാക്രമം 59 കോടിയും 76 കോടിയും ലാഭത്തിലെന്നും വിവരാവകാശ മറുപടിയിലുണ്ട്. മാസപ്പടി കേസിലെ അന്വേഷണത്തിനെതിരായ CMRL-ന്റെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതിയുടെ നോട്ടീസ്. SFIOയ്ക്കും ആദായ നികുതി വകുപ്പിനും കോടതി നോട്ടീസ് അയച്ചു. മന്ത്രാലയത്തിന്റെയും SFIOയുടെയും അന്വേഷണം റദ്ദാക്കണമെന്നാണ് CMRL നൽകിയ ഹർജിയിലെ ആവശ്യം. ഹർജി അടുത്ത മാസം 7-ന് കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനൊരുങ്ങി ED. CMRL ജീവനക്കാരെ 24 മണിക്കൂർ നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യലിന് ശേഷമാണ് EDയുടെ പുതിയ നീക്കം. ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാർ, മുൻ കാഷ്യർ KM വാസുദേവൻ എന്നിവരെയും ED ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന് കാണിച്ച് CMRL ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. എക്സാലോജിക് CMRL ദുരൂഹ ഇടപാടിൽ CMRL കമ്പനിയിലെ ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറും മുൻ കാഷ്യർ KM വാസുദേവനോടും വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ED. ഇന്നലെ ഇരുവരെയും 5 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു. എക്സാലോജിക്കിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിട്ടയാളാണ് P. സുരേഷ് കുമാർ. കമ്പനി MD CN ശശിധരൻ കർത്തയുടെ കമ്പനി സെക്രട്ടറി കൂടിയായ സുരേഷ് കുമാറാണ് കമ്പനിയുടെ പല നിർണായക തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത്. 3 ജീവനക്കാരെ 24 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് 2 പേരെയും വിളിപ്പിച്ചത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്യുന്നത് മണിക്കൂറുകളോളമാണ്. തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇന്നലെ രാവിലെ 11-നാണ് അവസാനിച്ചത്. ED പേടിയിൽ ചോദ്യം ചെയ്യലിന് തുടർച്ചയായി ഹാജരാകാതെ ഒഴിഞ്ഞു മാറുകയാണ് CMRL MD ശശിധരൻ കർത്ത. ഇന്നലെ ഹാജരാകാൻ വീണ്ടും സമൻസ് നൽകിയെങ്കിലും ഹാജരാകാതെ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഏതായാലും ചോദ്യം ചെയ്തവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു CMRL MDക്ക് വീണ്ടും ഇന്നലെ ഹാജരാകാൻ സമൻസ് നൽകിയത്. IT സേവനങ്ങൾ എക്സാലോജിക്കിൽ നിന്ന് ലഭിച്ചതായി CMRL ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടില്ല. കരാർ മാത്രമെന്നാണ് വിശദീകരണം. ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് പ്രതികരിക്കാതെയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ഇതിനിടെ മാസപ്പടി കേസിൽ SFIO ഇടക്കാല റിപ്പോർട്ട് മെയ് അവസാനം സമർപ്പിക്കും. KSIDC-യിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയും തുടരുകയാണ്. മൊഴിയെടുപ്പിനായി കൊച്ചിൻ മിനറൽസ് ആൻഡ് റോറ്റൈൽ ലിമിറ്റഡിലെ ഒരു വനിത ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർക്ക് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ കഴിയേണ്ടി വന്നത് 1ഉം 2ഉമല്ല 24 മണിക്കൂറാണ്. ഒരു പകലും രാത്രിയും നീണ്ട മൊഴിയെടുപ്പിനൊടുവിൽ ഇവരെ വിട്ടയച്ചത് ചൊവ്വാഴ്ച രാവിലെ 11:30. തിങ്കളാഴ്ച രാവിലെ 11 ഹാജരായ CMRL ചീഫ് ഓഫീസറും സീനിയർ മാനേജറും സീനിയർ ഓഫീസർ അഞ്ജു റിച്ചൽ കുരുവിളയിൽ നിന്നും ചൊവ്വാഴ്ച രാവിലെ വരെ മൊഴിയെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും CMRL-ഉം തമ്മിലുള്ള ദുരൂഹ പണം ഇടപാടുകളിലായിരുന്നു മൊഴിയെടുപ്പ്. CMRL-ന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് EDയുടെ ലക്ഷ്യം. മൊഴിയെടുപ്പ് ഒറ്റഘട്ടമായി പൂർത്തീകരിച്ചാൽ ബാഹ്യ ഇടപെടലുകൾക്കുള്ള സാധ്യത കുറയുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം. കമ്പനിയെ സംബന്ധിച്ച് പുറത്തുവരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അത് അറിയുക കൂടി ലക്ഷ്യമിടുന്നുണ്ട്. EDയുടെ നടപടികൾ ചോദ്യം ചെയ്ത്
CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തി ഉൾപ്പെടെ നൽകിയ ഉപഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾക്കെതിരെയാണ് ഹർജി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവും മൂലം ഹാജരാവാനാവില്ല. ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്നാണ് ശശിധരൻ കർത്തിയുടെ ആവശ്യം. ഏതായാലും നിലവിൽ ചോദ്യം ചെയ്തവരുടെ അറസ്റ്റ് ഉണ്ടാവില്ലെന്ന് മാത്രമാണ് ഉറപ്പ് നൽകിയത്. ചോദ്യം ചെയ്യൽ തുടരുമെന്നും സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വനിതാ ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്തത് ED ഡയറക്ടറേറ്റിലെ വനിതാ ഉദ്യോഗസ്ഥയാണ്. അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമാണ്. ഇത് സംബന്ധിച്ച് പ്രധാന കേസ് വേനലവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. അതിനാൽ ഈ ഹർജിക്ക് അടിയന്തര പ്രാധാന്യമില്ലെന്നും ED വാദിച്ചു. കേസ് ഉടൻ പരിഗണിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ കടുത്ത നടപടികൾ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി. EDയുടെ വിശദീകരണം തേടിയ കോടതി ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി.